2024-25 വർഷത്തെ ചിപ്പിൽത്തോട് യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട്. മലകളാൽ ചുറ്റപ്പെട്ട് പ്രകൃതി കനിഞ്ഞേകിയ വശ്യസൗന്ദര്യത്താലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ചിപ്പിലിത്തോട്. സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായി പിന്നോക്കം നിന്ന ഇവിടുത്തെ ജനതയെ ജീവിതത്തിൻ്റെ പ്രകാശപൂരിതമായ വഴിത്താരയിൽ എത്തിക്കുകയെന്ന ലക്ഷ്യവുമായി 1986 മോറോന്മാർ സിറിൽ ബസേലിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് ഈ ജനകീയ സംഘടന. ആദ്യകാലഘട്ടങ്ങളിൽ ഫാം ക്ലബ്ബ്, മഹിളാ സമാജം, സ്വാശ്രയനിധി എന്നീ സംഘടനകളാൽ ഒത്തുചേർന്ന് ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വന്നു. ശ്രേഷ്ഠ വൈദികരുടെയും മേഖലാ പ്രവർത്തകരുടെയും നിറസാന്നിധ്യവും നിരന്തരമായ പ്രോത്സാഹനവും കൂടാതെ ഇപ്പോൾ ശ്രേയസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മഞ്ഞിത്തോട്ടം, യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിമ്മി ചെറുപറമ്പിൽ, കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജെ, യൂണിറ്റ് പ്രസിഡന്റ് തമ്പി TK, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സംഘാംഗങ്ങൾ എന്നിവരുടെ ഐക്യത്തോടെയുള്ള കൂട്ടായ്മ കൊണ്ടാണ് ചിപ്പിൽത്തോട് യൂണിറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സംഘരൂപീകരണം തുടക്കത്തിൽ 13 സംഘത്തിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞ വർഷങ്ങളിൽ 27 സംഘമായി. എന്നാൽ ഇപ്പോൾ യൂണിറ്റിൽ 10 പുരുഷ സംഘവും 28 സ്ത്രീ സംഘവും 10 ബാലജ്യോതിയും 2 വയോജന ഗ്രൂപ്പും അങ്ങനെ 50 സംഘമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ചിപ്പിലിത്തോട്, മരുതിലാവ്, കരിമ്പ്, നൂറാന്തോട്, തെയ്യപ്പാറ, ഈങ്ങാപ്പുഴ, കാക്കവയൽ, ആച്ചി, അടിവാരം, എലിക്കാട്, മട്ടിക്കുന്ന്, കനലാട് എന്നീ ഭാഗങ്ങളിൽ യൂണിറ്റിൻ്റെ പ്രവർത്തനം നടക്കുന്നു. സംഘരൂപീകരണത്തിന് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകുന്നു. തനതു പ്രവർത്തനങ്ങൾ. കരുണാസംഘത്തിലെ അംഗങ്ങൾ മാതൃദിനത്തിൻ്റെ ഭാഗമായി 3 അമ്മമാരെ ആദരിച്ചു. നേഴ്സ് ഡേയുടെ ഭാഗമായി 2 നേഴ്സുമാരെ ആദരിച്ചു. കൂടാതെ സംഘാംഗങ്ങൾ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും വീടും പരിസരവും വൃത്തിയാക്കുകയും ചെയ്യുന്നു. സംഘാംഗങ്ങൾ രോഗി സന്ദർശനം നടത്തുകയും സഹായം നൽകി വരികയും ചെയ്യുന്നു. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു വരുന്നു. സംഘാംഗങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നു. പിതൃദിനത്തിൻ്റെ ഭാഗമായി പൂച്ചെണ്ടും ഷാളും അണിയിച്ച് ആദരിച്ചു. ബാലജ്യോതി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ കോടഞ്ചേരിയിൽ വെച്ച് നടത്തിയ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി 11 ചെടിച്ചട്ടികൾ വിതരണം നടത്തുകയും അത് കോടഞ്ചേരി അങ്ങാടിയിൽ വയ്ക്കുകയും ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടലിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് 25,000 രൂപ സംഘാംഗങ്ങളുടെ സഹായത്തോടെ നൽകി. യൂണിറ്റിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുകയും മധുരം നൽകുകയും ചെയ്തു. ഓണത്തിനോട് സംബന്ധിച്ച് ദിവ്യാസംഘം, ജ്യോതിസ് സംഘവും വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തി. പ്രോഗ്രാം ഓഫീസർ ലിസി റെജിയും CEO-യും പങ്കെടുത്തു. കാർഷിക ദിനം. കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായി ചെറുകിട സംരംഭക പരിശീലനങ്ങൾ നടത്തി വരുന്നു. കർഷക ദിനത്തിന്റെ ഭാഗമായി ക്ഷീരകർഷകനായ സജി വർഗീസിനെയും കുടുംബത്തെയും പൊന്നാട അണിയിച്ച് അരിവാൾ കൊടുത്ത് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് തമ്പി TK, കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ഭാഗമായി യൂണിറ്റ് സെക്രട്ടറി ഷൈനി തോമസിന്റെ നേതൃത്വത്തിൽ മഹിളാ സമാജ കെട്ടിടം വൃത്തിയാക്കി. സംഘാംഗങ്ങൾ കൃഷിഭവനിൽ സന്ദർശിച്ചുകൊണ്ട് വിത്തും വളവും ശേഖരിച്ച് വിപുലമായ രീതിയിൽ കൃഷി ചെയ്തു വരുന്നു. ശ്രേയസ് ചിപ്പിൽത്തോട് യൂണിറ്റിന്റെ വനിതാ ദിനാഘോഷവും ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖല ചിപ്പിലിത്തോട് യൂണിറ്റിൽ സംഘടിപ്പിച്ച വനിതാ ദിനാഘോഷവും ലഹരി വിരുദ്ധ സെമിനാറും താമരശ്ശേരി സബ് ഇൻസ്പെക്ടർ AV ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രോഗ്രാം ഓഫീസർ ലിസി റെജി അധ്യക്ഷം വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് തമ്പി TK സ്വാഗതം ആശംസിച്ചു. സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന്, ലഹരി എന്നിവയെക്കുറിച്ച് സബ് ഇൻസ്പെക്ടർ വിശദമായി ക്ലാസ് എടുത്തു. മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയായിരിക്കണമെന്നും അവരുടെ ഓരോ ചലനവും കൃത്യമായി നിരീക്ഷിക്കണം എന്നും ക്ലാസ്സിൽ ഉദ്ബോധിപ്പിച്ചു. പ്രസ്തുത ചടങ്ങിൽ മികച്ച സംരംഭകരെയും പ്രായം കൂടിയവരെയും ആദരിച്ചു. CDO JC രാജു, ലിനു ജിജീഷ്, പൗളി തമ്പി, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. യൂണിറ്റ് സെക്രട്ടറി ഷൈനി തോമസ് ഏവർക്കും നന്ദി അർപ്പിച്ചു. ബത്തേരിയിൽ വെച്ച് നടത്തിയ സ്റ്റാഫ് സംഘത്തിൽ CEO-മാർ പങ്കെടുത്തു. വരുമാന മാർഗത്തിനു വേണ്ടി സംഘാംഗങ്ങൾ കന്നാലി വളർത്തൽ സംരംഭങ്ങൾ ചെയ്തു വരുന്നു. ശ്രേയസ് ചിപ്പിൽത്തോട് യൂണിറ്റിന്റെ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖല ചിപ്പിലിത്തോട് യൂണിറ്റും ഈ ട്രസ്റ്റ് കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച നേത്ര പരിശോധന ക്യാമ്പ് ഡോക്ടർ ജോയൽ ജെറിൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രോഗ്രാം ഓഫീസർ ലിസി റെജി അധ്യക്ഷത വഹിച്ചു. UDO JC രാജു സ്വാഗതം ആശംസിച്ചു. PRO ലിജോ തോമസ്, ഒപ്റ്റോമെട്രിസ്റ്റുകളായ ഫാത്തിമ TK, ഷഹ്മ ഹലൻ, ഷഫ്ന, ഷാമിൽ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ പൗളി തമ്പി, അച്ചാമ്മ ജോർജ്, പ്രവിജ സുഭാഷ്, ജോർജ് VM, സൂസി രാജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
സെക്രട്ടറി ഷൈനി തോമസ് ഏവർക്കും നന്ദി അർപ്പിച്ചു. PRA ലിസ കോളേജ് ഷൈജു സാറിൻ്റെ നേതൃത്വത്തിൽ പ്ലേസ്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിറ്റ് സന്ദർശിക്കുകയും യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ട്രെയിനിങ് നടത്തി വരികയും ചെയ്യുന്നു. വർഷത്തിൽ 3 പ്രാവശ്യം ഇതുപോലെ ട്രെയിനിങ് നടത്താറുണ്ട്. ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്. ശ്രേയസ് കോഴിക്കോട് മേഖല ചിപ്പിൽത്തോട് യൂണിറ്റിൽ സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് KMCT മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ സരുൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ലിസി റജി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രാജു അമ്പാട്ട് സ്വാഗതം ആശംസിച്ചു. പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് KMCT മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ നജീബ് ക്ലാസ് എടുത്തു. KMCT അസിസ്റ്റന്റ് ഡോക്ടർമാർ PRO അരുൺ സക്കീർ, യൂണിറ്റ് ഭാരവാഹികൾ UDO ജെസി രാജു, ലിനു ജിജീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും സൗജന്യമായി പരിശോധന നടത്തി മരുന്നും വിതരണം ചെയ്തു. 70 അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. വനദിനം. കോഴിക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ കക്കാട് വനപർവ്വതത്തിൽ സംഘടിപ്പിച്ച വനത്തെ അറിയാൻ വനത്തിലൂടെ ഒരു യാത്ര എന്ന പരിപാടിയിൽ യൂണിറ്റിൽ നിന്നും 7 അംഗങ്ങൾ പങ്കെടുത്തു. ഫോറസ്റ്റ് ഓഫീസർ വനസംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ക്യാൻസർ ദിനം. ശ്രേയസ് കോഴിക്കോട് മേഖല പുലിക്കയം യൂണിറ്റിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിൽ യൂണിറ്റിൽ നിന്നും 5 അംഗങ്ങൾ പങ്കെടുക്കുകയും ക്യാൻസർ ഫണ്ട് സ്വീകരിക്കുകയും ചെയ്തു. നേതൃത്വ പരിശീലനം. ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റിൽ വെച്ച് സംഘടിപ്പിച്ച നേതൃത്വ പരിശീലനത്തിലും കരോൾ ഗാന മത്സരത്തിലും യൂണിറ്റിൽ നിന്ന് 15 അംഗങ്ങൾ പങ്കെടുത്തു. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഗിഫ്റ്റ് നൽകി ആദരിച്ചു. കരോൾ ഗാന മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനവും കരസ്ഥമാക്കി. ക്രിസ്തുമസ്. യൂണിറ്റിൽ ക്രിസ്തുമസ് ആഘോഷവും കുടുംബ സംഗമവും ക്രിസ്മസ് ഫ്രണ്ട് കൈമാറ്റവും നടത്തി. കൂടാതെ വയോജന സംഘത്തിൽപ്പെട്ട അമ്മമാരുടെ വീടുകൾ സന്ദർശിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തു വരുന്നു. കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുത്തു. കൂടാതെ യൂണിറ്റിൽ സ്നേഹവിരുന്ന് നൽകുകയും വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട 2 മാതാപിതാക്കൾ ഈ വർഷം നമ്മളിൽ നിന്നും വേർപിരിയുകയും ചെയ്തു. ഈ അവസരത്തിൽ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ക്യാൻസർ ഫണ്ട് വിതരണം. ക്യാൻസർ ദിനത്തിൻ്റെ ഭാഗമായി യൂണിറ്റിൽ നിന്നും 3 പേർക്ക് ഫണ്ട് വിതരണം നടത്തി. ശിശുദിനം. കൂന്തളം തേര് കുഞ്ഞാറ്റ ബാലജ്യോതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശിശുദിനാഘോഷം കോഓർഡിനേറ്റർ ഉദ്ഘാടനം ചെയ്തു. മൊബൈലിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. ആദരവ്. ചിപ്പിൽത്തോട് ഇടവക തിരുനാളിനോടനുബന്ധിച്ച് പൗരോഹിത്യ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കല്ലൂരിനെയും ഫാദർ മാർട്ടിൻ വിലങ്ങുവാറേയും CEO ലിനു ജിജീഷ്, സെക്രട്ടറി ഷൈനി തോമസ് എന്നിവർ ശ്രേയസ് ഉപഹാരം നൽകി ആദരിച്ചു. പ്രസ്തുത ചടങ്ങിൽ ശ്രേയസ് പ്രവർത്തനങ്ങളിൽ 25 വർഷം പൂർത്തീകരിച്ച കോർഡിനേറ്റർ ലിസി റജിയെ മുൻ മേഖലാ ഡയറക്ടർ തോമസ് കല്ലൂരച്ചൻ പൊന്നാടണിയിച്ച് ആദരിച്ചു. ലോക പരിസ്ഥിതി ദിനം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിമ്മി ചെറുപറമ്പിൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ചിപ്പിലത്തോട് തുഷാരഗിരി റോഡിൻ്റെ ഇരുവശവുമുള്ള കാട് വെട്ടി വൃത്തിയാക്കി. യൂണിറ്റ് പ്രസിഡന്റ് തമ്പി തേരോട്ടിൽ, ജെയ്സൺ, കോർഡിനേറ്റർ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, UDO എന്നിവർ നേതൃത്വം നൽകി. കരുണാലയ സന്ദർശനം. ശ്രേയസിന് കരുണയുടെ മുഖമാണ്. ചിപ്പിൽത്തോട് യൂണിറ്റ് കണ്ണോത്ത് അഗതി മന്ദിരം സന്ദർശിക്കുകയും അവരോടൊപ്പം അവരുടെ വിഷമങ്ങളിൽ ചേർന്നിരുന്നുകൊണ്ട് സമയം ചിലവഴിക്കുകയും ചെയ്തു. അവരോടുള്ള സന്തോഷത്തിൻ്റെ ഭാഗമായി കട്ടിലും കിടക്കയും വിതരണം ചെയ്തു. ദുരിതാശ്വാസം. ശ്രേയസ് ചിപ്പിൽത്തോട് യൂണിറ്റിലെ ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ അംഗമായ ഡെയ്സിൻ്റെ വീടിൻ്റെ പുറകുവശം തോരാത്ത മഴയിൽ ഇടുകയും ഭവനം വാസയോഗ്യമല്ലാതാകുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് തമ്പി തേരോട്ടിൽ, കോർഡിനേറ്റർ എന്നിവയുടെ നേതൃത്വത്തിൽ ഭവനം സന്ദർശിക്കുകയും ഫ്ലവേഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾ വൃത്തിയാക്കുകയും ചെയ്തു. യൂണിറ്റ് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. വാർഷികം. കോടഞ്ചേരി മരീൻ ഓഡിറ്റോറിയത്തിൽ മേഖല സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ ചിപ്പിൽത്തോട് യൂണിറ്റിൽ നിന്ന് 85 അംഗങ്ങളെ പങ്കെടുപ്പിക്കുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. യൂണിറ്റിൽ വെച്ച് നടത്തിയ വാർഷിക പൊതുയോഗത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിമ്മി ചെറുപറമ്പിൽ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി ഷൈനി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രോഗ്രാം ഓഫീസർ ലിസി റജി ശ്രേയസ് പ്രവർത്തനങ്ങളെ വിലയിരുത്തി സംസാരിച്ചു. പുതിയ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. പോസിറ്റീവ് ചിന്തകളെ കൊണ്ട് മനസ്സിനെ നിറയ്ക്കണമെന്നും ഉദ്ബോധിപ്പിച്ചു. തുടർന്ന് ബാലജ്യോതി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കരോൾ ഗാന മത്സരത്തിൽ പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുകയും വിവിധ കലാപരിപാടികൾ പ്രസ്തുത മീറ്റിംഗിന് മികവേകി. യൂണിറ്റ് ഇവാലുവേഷൻ. എല്ലാ മാസവും 29-ാം തീയതി യൂണിറ്റ് ഇവാലുവേഷൻ നടത്തിവരുന്നു. കണക്കും റിപ്പോർട്ടും അവതരിപ്പിക്കുന്നു.
അന്നേ ദിവസം തന്നെ കാരുണ്യ നിധി നറുക്കെടുക്കുന്നു. കൂടാതെ യൂണിറ്റ് മീറ്റിംഗും ബോധവൽക്കരണ ക്ലാസും പ്രഷർ ഷുഗർ നോക്കുകയും ചെയ്യുന്നു. അവാർഡ് ദാനം. ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച SLC+2 അവാർഡ് ദാനം മലങ്കര സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മോർ ആൻഡ് മോർ ക്ലീമിയസ് ബസേലിയോസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. അവാർഡ് വിതരണം നടത്തി തന്നോട് ചേർന്ന് നിൽക്കുന്നവർ തൻ്റെ സഹോദരങ്ങളാണെന്നും അവശതയിൽ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും പിതാവ് ഉദ്ബോധിപ്പിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷത വഹിച്ചു. ചിപ്പിൽത്തോട് യൂണിറ്റിൽ നിന്നും 5 അംഗങ്ങൾ പങ്കെടുക്കുകയും 3 കുട്ടികൾ അഭിയന്ത്യ പിതാവിൽ നിന്ന് മൊമൻറ്റോ ഏറ്റുവാങ്ങുകയും ചെയ്തു. ടൂർ പ്രോഗ്രാം. മനസ്സിന് കുളിരും ശരീരത്തിന് ഉന്മേഷവും പകരുന്നതുമാണ് വിനോദയാത്ര. ചിപ്പിൽത്തോട് യൂണിറ്റ് ഈ വർഷം 2 ടൂർ സംഘടിപ്പിച്ചു. ശ്രീ രാജു അമ്പാട്ട്, കോഓർഡിനേറ്റർ ലിസി റെജി എന്നിവരുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ആനപ്പന്തി സന്ദർശിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിമ്മി ചെറുപറമ്പിൽ, കോഓർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ അകലാപ്പുഴ ബോട്ട് യാത്രയെ നടത്തി. ഉല്ലാസപൂർണമായ ഈ യാത്ര സന്തോഷകരമായ അനുഭവമായിരുന്നു. അച്ഛനെയും ശ്രീമതി ലിസി റെജിയെയും രാജു അമ്പാട്ടിനെയും നന്ദിയോടെ ഓർക്കുന്നു. ശ്രേയസ് ചിപ്പിൽത്തോട് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് മാർഗദർശിയായ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തയെ നന്ദിയോടെ സ്മരിക്കുന്നു. ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലുക്കലിനെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ബഹുമാനപ്പെട്ട മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടത്തിനെയും നന്ദിയോടെ ഓർക്കുന്നു. ചിപ്പിൽത്തോട് യൂണിറ്റിന് താങ്ങും തണലുമായി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജിമ്മി ചെറുപറമ്പിൽ അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായി നേതൃത്വം നൽകി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന മേഖലാ കോർഡിനേറ്റർ ലിസി റെജിയെയും ശ്രീ MM ഐസക്കിനെയും നന്ദിയോടെ ഓർക്കുന്നു. എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ലിനു ജിജീഷിനെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ ശ്രേയസ് കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം കരുണാനിധിയായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു.